പക്ഷേ ഈ അമ്മയുമൊത്ത് രാവിലെ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോയ ആ കാലം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടമാണ്. ആ കാലവും എനിക്ക് പകർന്നു തന്നിട്ടുള്ള ചില ആശയങ്ങളുണ്ട്. ഉദാഹരണത്തിന് പള്ളിയിൽ കേട്ട ചില വൈദികന്മാർ യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളെ ആസ്പദമാക്കി നിന്ദിതരോടും പീഡിതരോടും നമ്മൾ ഐക്യപ്പെടണം എന്നതുപോലുള്ള ആശയങ്ങൾ ഇപ്പോഴും അതൊക്കെ പറയുന്ന പള്ളികളുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുകയാണെങ്കിൽ. എനിക്ക് വളരെ ആദരവുണ്ടായിരുന്ന ഒരു മാർപ്പാപ്പയാണ് കുറേ നാൾ മുമ്പ് മരിച്ചുപോയ ഫ്രാൻസിസ് മാർപ്പാപ്പ. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചെയ്തികളും നിലപാടുകളും ഒക്കെ കാണുമ്പോൾ എൻ്റെ ഈ അൾത്താര ബാലനായിട്ട് ഞാൻ പ്രവർത്തിച്ചിരുന്നു കുറേ കാലത്ത്. അൾത്താര ബാലൻ മാത്രമല്ല, കാറ്റക്കിസം, ഈ ബൈബിളിലെയും മറ്റും കാര്യങ്ങൾ പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചുമതലയും അതിൻ്റെ ചില മത്സര പരീക്ഷകൾ എഴുതാനും ഞാൻ പോയിട്ടുണ്ട്. കൊല്ലത്ത് സെൻറ്റ് അലോഷ്യസ് സ്കൂളിൽ വെച്ചിട്ടാണ് ആ മത്സര പരീക്ഷ നടന്നത്. അപ്പം അങ്ങനെ ഒരു ജീവിത കാലഘട്ടം ഉണ്ടായിരുന്നു. അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടമാണ്. അന്ന് താങ്കളുടെ ഉള്ളിൽ പള്ളിയും ക്രൈസ്തവ ദർശനവും ഒക്കെ നിറഞ്ഞിരുന്നു. എന്നാൽ ഒരു കൗമാരകാലത്തിന് ശേഷം താങ്കൾ അത് കുടഞ്ഞു കളയുകയും യുക്തിവാദ ചിന്തകളിലേക്ക് ആകൃഷ്ടനാകുകയും ചെയ്തു. ആ പരിണാമം എങ്ങനെയായിരുന്നു? വീട്ടിലെ അമ്മയായിരുന്നല്ലോ താങ്കളെ പള്ളിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഈ യുക്തിവാദിയായ ബേബിയെ അമ്മ എങ്ങനെയാണ് കണ്ടത്? അതിൽ യഥാർത്ഥത്തിൽ മുഖ്യമായി 2 പേരാണ്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ പുസ്തകങ്ങൾ, മറ്റ് പല പുസ്തകങ്ങളും നോവലുകളും കവിതകളും ഡിറ്റക്റ്റീവ് നോവലുകളും ഒക്കെയാണ് സ്വാഭാവികമായിട്ട് ആ പ്രായത്തിൽ വായിച്ചു തുടങ്ങുന്നത്. അപ്പോൾ മുട്ടത്തോർക്കിയുടെ പാടാത്ത പൈങ്കിളി ഉദാഹരണത്തിന് അന്ന് വലിയ ആവശ്യത്തോട് വായിച്ചത്. അപ്പോൾ അങ്ങനെ പുസ്തകങ്ങൾ വായിക്കുന്ന കൂട്ടത്തിൽ വൈജ്ഞാനിക ഗ്രന്ഥങ്ങളിലേക്കും കയ്യെത്തി. പ്രാക്കുളം ഫ്രണ്ട്സ് ക്ലബ്ബിൽ നിന്നാണ് ഞാൻ ആ പുസ്തകം എടുത്ത് വായിച്ചത്. അപ്പോൾ 2 പുസ്തകങ്ങൾ, കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ മാനസോല്ലാസം, മറ്റൊന്ന് MC ജോസഫിൻ്റെ യുക്തിപ്രകാശം. അപ്പം അതിനുശേഷം വേറെ ബെർട്രൻഡ് റസ്സലിൻ്റെ പരിഭാഷകൾ, ഇംഗർസോളിൻ്റെ രചനകളുടെ. യുക്തിവാദിയായി കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം വായിക്കേണ്ടി വരുമല്ലോ. ഇടമറുക പബ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അവരുടെ ഇതെല്ലാം സ്ഥിരമായി വായിക്കുന്ന ഒരാളായി. അപ്പോൾ MC ജോസഫിൻ്റെയും അതുപോലെ തന്നെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെയും വാദമുഖങ്ങളാണ് എൻ്റെ കാഴ്ചപ്പാടിലും എൻ്റെ ചിന്തയിലുമെല്ലാം സ്വാധീനം ചെലുത്തി. അതിനുശേഷം പ്രൊഫസർ A.T. കോവൂറിൻ്റെയൊക്കെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ ഞാൻ പോയിട്ടുണ്ട്. ഇന്ന് പുതിയ തലമുറയ്ക്ക് അറിയുമോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. അപ്പം ആ ഒരു പരിണാമം സ്വാഭാവികമായി വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചർച്ചകൾ ഏർപ്പെടുകയും ചെയ്യുന്നവരിൽ സംഭവിക്കാവുന്ന ഒന്നാണ്. പക്ഷെ അതിൽ പിന്നീട് ഞാൻ മനസ്സിലാക്കിയ കാര്യം, പിന്നീടാണ് P. ഗോവിന്ദപിള്ള ഒരു യുക്തിവാദി സമ്മേളനത്തിൽ, എറണാകുളം ടൗൺ ഹാളിൽ നടന്ന യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ PG അവിടെ നടത്തിയിട്ടുള്ളൊരു പ്രഭാഷണമാണ് ഈ യുക്തിവാദത്തിൽ നിന്നും മുന്നോട്ട് പോകേണ്ടതുണ്ട്. മാർസത്തിലേക്ക് ഞാൻ ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ടത് എന്ന് വേണമെങ്കിൽ പറയാം P. ഗോവിന്ദപിള്ളയിലാണ്. അമ്മയുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഞാൻ മുമ്പ് പറഞ്ഞ് കേട്ടിട്ടുള്ളവരുണ്ടാകും, ഒരു വ്യക്തിക്ക് എങ്ങനെ വലിയൊരു ജനാധിപത്യവാദിയാകാൻ പറ്റും. അമ്മ ജനാധിപത്യത്തെക്കുറിച്ച് വല്ലതും വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അമ്മ ദൈവവിശ്വാസിയായിരിക്കുമ്പോൾ തന്നെ യുക്തിവാദി സമ്മേളനത്തിന് പോകാൻ എനിക്ക് വണ്ടിക്കൂലിയില്ല, പൈസ ഇല്ലല്ലോ, വിദ്യാർത്ഥിയാണല്ലോ എന്ന്. അമ്മയോട് ഞാനിത് പറയുന്നു, മകനെ നീ അതിന് പോകാൻ പാടില്ലെന്ന് എന്നോട് പറഞ്ഞില്ല. അയലത്ത് വീട്ടിൽ പോയി കടം വാങ്ങിച്ചുകൊണ്ട് വന്ന് ഈ സമ്മേളനത്തിൽ പോകാനുള്ള പൈസ എനിക്ക് തരികയാണ് ചെയ്തത്. അപ്പോൾ സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ തൻ്റെ മകൻ്റെയോ അല്ലെങ്കിൽ അപരൻ എന്ന് പറയുന്ന മറ്റൊരാളിൻ്റെയോ വിശ്വാസ പ്രമാണങ്ങളെ ആദരിക്കാവുന്നതാണ്. അത് പിന്നീടാണ് അന്നേരം എനിക്ക് അതിൻ്റെ മൂല്യം മനസ്സിലായില്ല, സത്യം പറയുകയാണ്. അമ്മ ഈ പൈസ അമ്മയ്ക്ക് വിശ്വാസമില്ലാത്തൊരു കാര്യത്തിന് സമ്മേളനത്തിൽ പോകാൻ വേണ്ടി തന്നല്ലോ എന്നൊന്നും അന്ന് ഞാൻ പിന്നീട് ആലോചിച്ചപ്പോഴാണ് എന്ത് വലിയൊരു ജീവിതത്തിലൂടെ എന്ത് വലിയൊരു മൂല്യമാണ് ഇത് തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മ എന്നെ പഠിപ്പിച്ചത്. അപ്പം അമ്മ ഇത് അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൂടാ, പക്ഷെ പാടില്ലെന്ന് പറഞ്ഞ് എന്നെ വിലക്കിയില്ല എന്നുള്ളതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ
ചൂഷിതർക്ക് അനുകൂലമായ നിലപാടുകൾ എടുത്തപ്പോൾ അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ് വിമർശിച്ചവരുണ്ട്, സഭയിൽ നിന്ന് തന്നെ. അദ്ദേഹത്തിൻ്റെ ഈ എക്സ്ഹോട്ടേഷൻസ്, അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ പ്രബോധനങ്ങൾ, എക്ലീസിയാസ്റ്റിക്കൽ എക്സോട്ടേഷൻസ് എന്നാണ് അത് നിർവചിക്കുന്നത്. അതെല്ലാം വായിക്കാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അല്ലാതെ ഒന്നിൽ അദ്ദേഹം പറയുന്നത് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ പ്രബോധനത്തിൽ അശരണനായി റോഡ് വക്കിൽ കിടന്ന് ഒരു പാവം മനുഷ്യൻ മരണമടഞ്ഞാൽ അത് വാർത്തയില്ലാത്ത നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഓഹരി കമ്പോളത്തിൽ ഓഹരി വിലയിൽ ചെറിയ ചാഞ്ചാട്ടം ഉണ്ടായാൽ പത്രമാധ്യമങ്ങളിലെ പ്രധാന വാർത്തയായിട്ട് അത് മാറുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു വാദ്യമാണ് ഇത്. ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് പറഞ്ഞതെന്ന് വെളിപ്പെടുത്താതെ ഒരാൾ എടുത്ത് കൊടുത്താൽ ആ ഒരു കമ്മ്യൂണിസ്റ്റോ സോഷ്യലിസ്റ്റോ പറഞ്ഞതാണിത് എന്ന് ചിന്തിച്ചു പോകും. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ച് പലരും വിമർശിച്ചു. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞൊരു മറുപടിയുണ്ട്. ഞാൻ ഈ നിലപാടെല്ലാം എടുക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ്. യേശുക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൻ്റെ തന്നെ സ്വാധീനം കമ്മ്യൂണിസ്റ്റുകാരിൽ ഉണ്ടായിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ ഞാൻ നടപ്പാക്കുന്നു. അതിൻ്റെ പേരിൽ എന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഞാനതിന് ഉത്തരവാദിയല്ല. അങ്ങനെ വിളിക്കുന്നവർ ഒരുപക്ഷേ യേശുക്രിസ്തു ഇത്തരം പ്രബോധനങ്ങൾ നടത്തിയിരുന്നു എന്ന് മനസ്സിലാക്കാത്തവരാവും എന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കുന്നത് ഈ നിലപാട് കൊണ്ട്. അപ്പം ബ്രഹ്മാത്യുവിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ക്രിസ്തു മതത്തിലുള്ള വിശ്വാസത്തിൽ നിന്നും ഞാൻ മാറി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത് അമ്മയ്ക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ടാകുമോ, അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടുള്ളപ്പം എനിക്ക് തോന്നിയത് അമ്മ ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലുള്ള എന്തെങ്കിലും നിഗമനങ്ങളിൽ എത്തിയിട്ടുണ്ടാവാം. എനിക്കറിഞ്ഞുകൂടാ, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ കാണിച്ച വലിയൊരു മഠയത്തരം പറയാം. യുക്തിവാദിയായതിനു ശേഷം സാധാരണ യുക്തിവാദികളെല്ലാം ചെയ്യാറുള്ള ഒരു കാര്യം ഞാനും ചെയ്തു. അമ്മയെ യുക്തിവാദ വാദങ്ങൾ അവതരിപ്പിച്ച് ദൈവവിശ്വാസത്തിൽ നിന്നും മതവിശ്വാസത്തിൽ നിന്നും ഒക്കെ മാറ്റാൻ പറ്റുമെന്ന് ഞാനൊരു ശ്രമം നടത്തി നോക്കി. അത് യഥാർത്ഥത്തിൽ യുക്തിപരമല്ലാത്തൊരു സമീപനമായിട്ടാണ് ഞാൻ കാണുന്നത്. യുക്തിവാദികളുടെ ഒരു അന്ധവിശ്വാസമായിട്ട് ഞാൻ കാണുന്നതാണ് ഈ യുക്തിവാദം ചെയ്താൽ ആളുകളെ പൂർണ്ണമായി മാറ്റിയെടുക്കാവുന്നത്. ചിലരുടെ രക്തത്തിൽ രൂഢമൂലമായി കിടക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾ യുക്തിവാദം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല. ഡോക്ടർ ഭാസ്കരൻ നായരെ പോലുള്ള മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ശാസ്ത്രീയ ലേഖനങ്ങളും പുസ്തകങ്ങളും ഒക്കെ എഴുതിയിട്ടുള്ളതാണ് കോളേജിയറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ ആയിരുന്ന ഡോക്ടർ ഭാസ്കരൻ നായർ. പക്ഷെ അദ്ദേഹം സത്സായി ബാബയുടെ വിശ്വാസിയായിരുന്നു. അപ്പം ഇതിനെ ഒരു മാർക്സിസ്റ്റ് വീക്ഷണത്തിലൂടെ നോക്കിയാൽ മാത്രമേ ഇതിനെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷെ ഞാൻ യുക്തിവാദിയായ സമയത്ത് കാണിച്ച ഒരു ആരംഭ ശൂരത്വമാണ് അമ്മയെ യുക്തിവാദം ചെയ്ത് മനപരിവർത്തനം വരുത്താൻ പറ്റുമോ എന്ന് നോക്കണം. പക്ഷെ അമ്മ ചിരിച്ചുകൊണ്ട് ഞാൻ പറയുന്നതെല്ലാം കേട്ടിട്ട് നീ അങ്ങനെയൊക്കെ പറഞ്ഞ് നടന്നോളൂ മോനെ, കുഴപ്പം. അമ്മ സ്ഥിരമായി പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നു. അമ്മയെ മാറ്റി യുക്തിവാദിയാക്കാനെന്നുള്ള എൻ്റെ ശ്രമം പരാജയമടയുകയാണ് ചെയ്തത്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയാം അത് അടയുകയേ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. പക്ഷേ പള്ളിയിൽ പോവുകയും ക്രിസ്തുവിൻ്റെ ചില വചനങ്ങൾ അവിടെ നിന്ന് കേൾക്കുകയും ചെയ്തതിൻ്റെ കൂടി ഒരു സയുക്തികമായ വളർച്ചയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി തീരുന്ന എൻ്റെ നിലപാടെന്നാണ് ഇന്ന് തിരിഞ്ഞു നോക്കും എനിക്ക് തോന്നുന്നത്. കാരണം പിന്നീടാണ് ഞാൻ കണ്ടുമുട്ടുന്നത് ഫ്രെഡറിക് എംഗൽസിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു പഠനമുണ്ട്. ആദിമ ക്രിസ്തു മതവും സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധത്തെയാണ് എംഗൽസ് മതത്തെപ്പറ്റി എന്ന മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും രചനകളുടെ സമാഹാരത്തിൽ ഇതുകൊണ്ട് ആദിമ ക്രിസ്തു മതത്തെക്കുറിച്ച് എംഗൽസ് എഴുതിയ ലേഖനമുണ്ട്. അത് വായിച്ചപ്പോൾ എനിക്ക് വലിയ ഒരു സംതൃപ്തി തോന്നി. എൻ്റെ ഈ പരിവർത്തനത്തിൻ്റെ പിന്നിൽ ഇങ്ങനെ ശാസ്ത്രീയമായ യുക്തിഭദ്രമായ ഒരു പരസ്പര ബന്ധം കാണാൻ കഴിയും എന്ന് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്.